KPCC ജംബോ പട്ടികയിൽ അതൃപ്തരുമായി അനനയ നീക്കം നടത്തുന്നതിനിടയിലും കല്ലുകടി തുടരുകയാണ്. ചെറിയ കമ്മിറ്റിയാണ് തന്റെ ആശയമെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. KPCC പുനഃസംഘടനയിൽ എല്ലാവർക്കും 100% തൃപ്തി ഉണ്ടാകില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. പുനഃസംഘടനയിൽ ഓർത്തഡോക്സ് സഭയുടെ എതിർപ്പ് നേതൃത്വം തള്ളി. KPCC ജംബോ പട്ടികയിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുണ്ടെന്ന് നേതൃത്വം സ്ഥിരീകരിക്കുന്നു. നേരിയ അതൃപ്തിയുണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. 100% എല്ലാവർക്കും തൃപ്തിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ അധികമായ അതൃപ്തിയുമില്ല. നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും. പുനഃസംഘടനയിൽ ഓർത്തഡോക്സ് സഭയുടെ എതിർപ്പും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തള്ളി. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒക്കെ മക്കൾ തന്നെ, അതിന് സംശയമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും പരിഗണിക്കാത്തതിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അതേസമയം ജംബോ കമ്മിറ്റിയിൽ അതൃപ്തി അറിയിച്ച് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തി. അതിലെല്ലാ കാലത്തും പുനഃസംഘടന വരുമ്പോൾ കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അതൊക്കെ തന്നെ യഥാവിധി പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ഇൻഹറന്റ് സ്ട്രെങ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ കോൺഗ്രസ് നേതൃത്വത്തോട് എ ഗ്രൂപ്പ് നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലിന്റെ നിയമനം റദ്ദാക്കണമെന്നും അല്ലെങ്കിൽ എ ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ കൂടി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഷാഫി പറമ്പിലിനും PC വിഷ്ണുനാഥിനും ചുമതല നൽകി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.